தெரிஞ்சுக்கிறேன் இந்த அம்மா. இது எவ்வளவு பெரிய அஃபென்ஸ் தெரியுமா? இந்நேரத்துல நீ என்ன பண்றீங்க? போறேன். உன் வேலை சேர்த்து நான் செஞ்சுன்னு இருக்கிறேன். இந்திரா காந்தி தெரியுமா உனக்கு? என் ஃப்ரெண்ட். நான் யார் தெரியுமா? ஜெயலலிதா ஃப்ரெண்ட். நான் பெரிய ரவுடிடா. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ഒരു മൂവിയുടെ ട്രെയിലർ ആണ്. അപ്പൊ ഈ ട്രെയിലറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണ്. പേര് തന്നെ ജെ ബേബി അല്ലേ? ഇതിന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് ഉർവശി ചേച്ചി ഉണ്ട്, അതുകൊണ്ടാണ് ദിനേശ് എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ട്. ഞാൻ കമന്റ്സ് ഒക്കെ വായിച്ചൊക്കെ മനസ്സിലായത് മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണെന്നും കൂടിയാണ്. പക്ഷെ അതിന്റെ ട്രെയിലറിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. ആൻഡ് ഇതിന്റെ ഡയറക്ടർ സുരേഷ് മാരിയാണ്. അത് അധികം ആൾക്കാരൊന്നും നമുക്ക് പരിചയമില്ല. പക്ഷെ ഉർവശി ചേച്ചിയുടെ മെയിൻ റോൾ ഏകദേശം അതുപോലെ തന്നെയാണുള്ളത്. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവില്ലേ? പിന്നെ ഉർവശി ചേച്ചി പ്രത്യേകിച്ച് തമിഴില് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത്യാവശ്യം ലീഡിങ് റോൾ പോലെ തന്നെയാണ് ഉള്ളത്. കാരണം അവരുടെ പേര് ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. ആൻഡ് 8-നാണ് പടം ഇറങ്ങുന്നത്. അപ്പൊ നമ്മൾക്ക് സജഷൻ വന്നിട്ടുണ്ടായിരുന്നു ചെയ്യാൻ. അപ്പൊ ആ സമയത്ത് നമ്മൾ കുറച്ച് ഡിലേ ആയി. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിലേഴ്സും ടീസേഴ്സ് ഒക്കെ നമ്മൾ 1-2 ചെയ്തിട്ടുണ്ട്. ബട്ട് ഇനി വരുന്നതൊക്കെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ. കാരണം ചിലതൊക്കെ നമ്മൾ മിസ്സാവും, കാണില്ല വന്നു എന്നുള്ളത്. അതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അപ്പൊ പ്ലീസ് ഒന്ന് പറയാ. ഇടയ്ക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, വന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാലും നമ്മളെ കാണുള്ളൂ. അത് വേറെ സംഭവം. അപ്പൊ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് വലിയ സംഭവങ്ങൾ നമുക്ക് ഐഡിയ ഇല്ല. നമുക്ക് നേരെ കണ്ടു നോക്കാം. റെഡി? You a bad boy, step aside. Let me tell you all about the baddest gal alive. If you a bad boy, J baby coming through mother. Beat rap again. Based on a true story. போட்டு போயிட்டாங்கடா. கேக்குறீங்க. எல்லாம் கொரோனா சிக்னி. என்ன பண்ணிட்டு போயிது பாரு. காலகாலத்தால இப்படி பீஸ புடின்னு போட்டா எல்லாம் வச்சிட்டு சோனியா பண்ணி நிக்குதா வீட்ல. இதெல்லாம் 3 நாளைக்கு முன்னாடி அண்ணா நகர்ல டெலிவரி பண்ண லெட்டர் சார். இது எடுத்து நிக்குறேன் இந்த அம்மா. இது எவ்வளவு பெரிய அஃபென்ஸ் தெரியுமா? இந்நேரத்துல நீ என்ன பண்றீங்க? போறேன். உன் வேலை சேர்த்து நான் செஞ்சுன்னு இருக்கிறேன். இந்திரா காந்தி தெரியுமா உனக்கு? என் ஃப்ரெண்ட். நான் யார் தெரியுமா? ஜெயலலிதா ஃப்ரெண்ட். நான் பெரிய ரவுடிடா. ரவுடி எங்க மேல வந்து ஏறா தண்டற மாதிரி எங்க இருந்தா எங்க உயிர் இருக்குது இது? சத்தத்தோட அட வாய் போட்டாலும் உயிரோட இந்த சாவு கதவுல பேச்சு வாங்கிட்டு. എന്താ ക്യാരക്ടറൈസേഷൻ? ரிட்டன் அண்ட் டைரக்டரைசேஷன். நல்ல டிஃபரண்ட். ஒண்ணா போறீங்க. போய் உங்க அம்மாவை பத்திரமா கூட்டி வரீங்க. ஏட்டையா இவங்க 2 பேர்ட்டி எழுதி வாங்க. அம்மா போயோ இதெல்லாம் கடந்து போயிட்டு கொரோனா சமயத்துல போனா பியர் இந்த பக்கம் போனா ஒரிசா உங்களாம் போன தடுத்து கஷ்டம் தான்ப்பா. ഫലിമീന ഒരു സംഭവം ഇല്ലേ അതിനകത്ത് ചെറുതായിട്ട് അന്വേഷിച്ചു പോകുന്നുണ്ട്. பேபி இதோ உனக்கு আমরা খুঁজে বার করব. என்ன சார் சொல்றான் அவன்? அம்மா உயிரோட கிடைச்சாலும் பணமா கிடைச்சாலும் கொண்டு வந்து ஒப்படைச்சுன்னு சொல்லிட்டு திமிரா பேசுறான் பாருங்க. நான் வேலைக்கு போலீஸ் ஸ்டேஷன் எடுத்துறியா? ஓ அப்பா பாவ சங்கரே. നല്ല സാധനം. അത് തുടങ്ങിയത് വേറെ രീതിയിലാണെങ്കിലും എൻഡ് വേറെയായിരുന്നു. இதுவா? ஐயோ யாரா தெரியாம எடுத்து வளர்ந்துட்டேன். இரு கை கொடுத்துரு. പക്ഷെ നല്ല ക്യാരക്ടർ. This Women's Day, take your amma to the movies with J Baby.
ട്രെയിലർ ഒരു രക്ഷയില്ല, എടുത്തു പറയേണ്ടത്. ഉർവശി ചേച്ചി എന്താ പറയാ, യൂഷ്വൽ അല്ല കേട്ടോ, ഉർവശി ചേച്ചിയുടെ യൂഷ്വൽ സംഭവം അല്ല, നടത്തത്തിൽ വരെ വ്യത്യാസമുണ്ട്. അതായത് കോമിക്കൽ ക്യാരക്ടർ ഇല്ല ഇതിൽ, കുറച്ചും കൂടി സീരിയസ് ആയിട്ടാണ്. എന്റെ ആള് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എനിക്കൊന്ന് ആളുടേതായ ഒരു ക്യാരക്ടർ ആ ഒരു സംഭവം ഉണ്ടല്ലേ ഭയങ്കരമായിട്ട്. പുള്ളിക്കാരത്തിക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്, അതിൽ നിന്ന് പുള്ളിക്കാരത്തി മാറില്ല. അങ്ങനെ ഭയങ്കര ഒരു ഇച്ചിരി സ്റ്റബാണൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് ഏകദേശം ഫാലിമിയുടെ ഒരു മോഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ കുറെ കാര്യങ്ങൾ ചിലപ്പം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, മനസ്സിലാക്കാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ പല സംഭവങ്ങളും, വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂസ് ആണ് പലപ്പോഴും ഉണ്ടാവും, പ്രത്യേകിച്ച് ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരത്തി ഇതൊക്കെ ചെയ്യുന്നതിനോട് ഒരു റൗഡിത്തനത്തിനോട് ഒരു പ്രത്യേക ഒരു ലവ് ഉണ്ട് തോന്നുന്നു ആ ക്യാരക്ടറിന് അല്ലേ. പക്ഷെ ആ ഒരു പെട്ടെന്ന് ഫസ്റ്റ് കാണിച്ചൊരു ബീറ്റും സാധനങ്ങളൊക്കെ പെട്ടെന്ന് മാറിയിട്ട് ഒരു ഇമോഷണൽ സംഭവത്തിലോട്ട് പോയതും നല്ല രസമായിരുന്നു. അതായത് ഭയങ്കര ഒരു മേക്കിംഗ് സാധനം ഉണ്ട് അല്ലെ, ഒരു ട്രെയിലറിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഫുൾ പെർഫോമൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാൻ പോകുന്നത്. കൂടെയുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് അധികം പരിചയമില്ലാത്തതുകൊണ്ട് മനസ്സിലാവുന്നില്ല അതിൽ ദിനീഷ് ആരാണെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ മകൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെന്നാ തോന്നുന്നത്. പുള്ളിക്കാരൻ നമ്മൾ വേറെ ഒരു ലേഡി ഉണ്ട് തോന്നുന്നു അല്ലേ, അറിയില്ല ഇങ്ങനെ ആവാൻ പോകുന്നുള്ളത്. പക്ഷെ സംഭവം നല്ല ഗ്യാരണ്ടി ഉണ്ട്. അതായത് നമുക്ക് കണ്ടിട്ട് ആ ഒരു ഫീലോട് കൂടിയിട്ട് കണ്ടോണ്ടിരിക്കാൻ പറ്റിയുള്ള ഒരു മൂവി പോലെയാ തോന്നുന്നത്. ഒരു ഫാമിലിയൊക്കെ അല്ലെ ഓറിയന്റഡ് ആയിട്ട് ചിലപ്പോ ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷൻസിലൂടെ ആയിരിക്കും നമ്മളെ ജേർണി ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ലീഡിങ് ക്യാരക്ടറിനെയാണ് ബേബി എന്നുള്ള കാര്യത്തിൽ ഷോ ആണ്. അതുകൊണ്ട് ജെ എന്ന് ഉദ്ദേശിക്കുന്നത് ബേബി എന്ന് വിളിക്കുന്നുണ്ട്. ആൻഡ് ജെ ബേബി ജയലളിതയുടെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെയാണ് അങ്ങനെയൊക്കെ ആവണം എന്നാണ് ആഗ്രഹം പുള്ളിക്കാരത്തേക്ക്. അങ്ങനെ തന്നെ ആണോന്ന് അറിയില്ലല്ലോ, അതും അറിയില്ല കേട്ടോ, ചിലപ്പോ അങ്ങനെ ആവാം അല്ലേ. ചില ക്യാരക്ടേഴ്സ് അങ്ങനെ ഉണ്ടാവില്ല, ചിലപ്പോ നമ്മള് അവര് പറയുന്നത് നമുക്ക് ചിലപ്പോ വിശ്വാസം വരില്ല, അവര് തള്ളുന്നയാന്ന് വിചാരിക്കും. പക്ഷെ ചിലപ്പോ ആക്ച്വലി അങ്ങനെ ആവാനും സാധ്യത. അപ്പൊ കാരണം വെച്ചാൽ പല സ്ഥലത്തും ഈ അമ്മ കാരണം അവർക്ക് ഹ്യൂമിലിയേഷൻ ആവേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടാണ് പൊക്കോ എന്നൊക്കെ പറയുന്നത്. പക്ഷെ പുള്ളിക്കാരത്തി പക്ഷെ എന്നിട്ടും എന്താ പറയാ സ്വന്തം ഇതിനകത്ത് പോവുകയും ചെയ്തു. അപ്പൊ ആള് ഭയങ്കര സ്റ്റബൺ ആണ്, സ്ട്രോങ്ങും സ്റ്റബണും ആണ്. അപ്പൊ സ്ട്രോങ് ആൻഡ് സ്റ്റബൺ ആവണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവുമല്ലോ, അല്ലാണ്ട് ഒരാൾ വെറുതെ ഒരു സ്ട്രോങ് ആൻഡ് സ്റ്റബൺ ആവില്ല. അപ്പൊ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഉർവശി ചേച്ചിക്ക് ഇത് വെരി ഗുഡ് അറ്റ് ദിസ് ടൈം പറയുകയാണെങ്കിൽ, കാരണം ഓൾറെഡി നല്ല ഇതുപോലുള്ള റോൾസ് ഒക്കെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ മൂവി 8-നാണ് ഇറങ്ങുന്നത്, നമുക്ക് നോക്കാം.